സൗത്ത് വെയിൽസിനെയും സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്ന കടൽ ഭാഗമാണ് ബ്രിസ്റ്റൽ ചാനൽ. 1897 മെയ് മാസം ഇറ്റലിയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറും അസിസ്റ്റൻറ്റും അവിടെ എത്തി ചില പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. തുടക്കത്തിൽ പരാജയമായിരുന്നെങ്കിലും മെയ് 13 ആ പരീക്ഷണം ഫലം കണ്ടു. ഏതാണ്ട് 16 കിലോമീറ്റർ അകലെയുള്ളൊരു ദ്വീപിലേക്ക് കടലിന് മുകളിലൂടെ ശബ്ദ സന്ദേശം അയയ്ക്കുക എന്നതായിരുന്നു പരീക്ഷണം. കേൾക്കാമോ എന്ന ആ സന്ദേശം ദ്വീപിലെത്തി. അതുവരെ ടെലിഗ്രാഫ് വയറുകൾ വഴിയായിരുന്നു അത് സാധിച്ചിരുന്നതെങ്കിൽ ഈ പുതിയ പരീക്ഷണത്തോടെ വയർലെസ്സായി ശബ്ദമയക്കാനായി. വയറുകൾ വേണ്ടാത്ത ടെലിഗ്രഫി എന്നാണ് ആ എഞ്ചിനീയർ തൻ്റെ സാങ്കേതിക വിദ്യയെ വിളിച്ചത്. പിൽക്കാലത്ത് അത് മറ്റൊരു പേരിൽ അറിയപ്പെട്ടു, റേഡിയോ. കടലിന് കുറുകെയുള്ള ലോകത്തിലെ ആദ്യത്തെ റേഡിയോ സന്ദേശമാണ് 1897 മെയ് 13 ഇംഗ്ലണ്ടിൽ സാധ്യമായത്. ആ സാങ്കേതികവിദ്യ പിന്നീട് ലോകമെങ്ങും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. ആശയവിനിമയത്തെ അത് അടിമുടി പൊളിച്ചു പണിതു. ഇതിനെല്ലാം കാരണക്കാരനായ ആ എഞ്ചിനീയറുടെ പേരെന്താണെന്നറിയണ്ടേ? ഗുലിയൽമോ മാർക്കോണി. വാർത്തയറിയാനും പാട്ട് കേൾക്കാനുമല്ല, മറിച്ച് കപ്പലുകളുടെ യാത്ര സുഗമമാക്കാനുള്ള സൈനിക ഉപകരണമായിരുന്നു തുടക്കത്തിൽ റേഡിയോ. 1899 ഏപ്രിലിൽ ഇംഗ്ലണ്ടിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു കപ്പലിൽ നിന്ന് കരയിലേക്ക് റേഡിയോ സന്ദേശം അയച്ചു. 3 മാസങ്ങൾക്ക് ശേഷം അമേരിക്കയിലും ഇതേ പരീക്ഷണം വിജയമായി. തുടർന്ന് കപ്പൽ യാത്രകളിലെ ഒഴിവാക്കാനാകാത്ത സുരക്ഷാ ഉപാധിയായി റേഡിയോ. 1912 ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ വാർത്ത ലോകത്തെ അറിയിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും തുണയായത് കപ്പലിലുണ്ടായിരുന്ന റേഡിയോ ഉപകരണങ്ങളാണ്. കമ്പിയില്ലാ കമ്പി അഥവാ വയർലെസ് ടെലിഗ്രഫി എന്ന കണ്ടെത്തലാണ് റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കിയത്. ഈ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട സുപ്രധാന ശാസ്ത്രജ്ഞർ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ, ഹെൻറിച്ച് ഹെഡ്സ്, ഗുലിയൽമോ മാർക്കോണി, നിക്കോള ടെസ്ല, അലക്സാണ്ടർ പോപ്പോവ് തുടങ്ങിയവരാണ്. പ്രകാശമടക്കമുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളെക്കുറിച്ച് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ നടത്തിയ പഠനങ്ങളാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള റേഡിയോ തരംഗങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിലും സ്വീകരിക്കുന്നതിലും ഹെൻറിച്ച് ഹെഡ്സ് വിജയിച്ചു. 1893 നിക്കോള ടെസ്ല വിജയകരമായ റേഡിയോ പ്രക്ഷേപണം നടത്തി. പിൽക്കാലത്തെ റേഡിയോ ട്രാൻസിസ്റ്ററുകളുടെ പൂർവികനായി അറിയപ്പെടുന്നത് അദ്ദേഹം കണ്ടെത്തിയ കമ്പിയില്ലാ കമ്പി സംവിധാനമാണ്. 1895 അലക്സാണ്ടർ പോപ്പോവ് എന്ന ശാസ്ത്രജ്ഞൻ റഷ്യയിൽ വിജയകരമായ റേഡിയോ പ്രക്ഷേപണം നടത്തി. മാക്സ്വെല്ലിൻ്റെയും ഹെൻറിച്ച് ഹെഡ്സിൻ്റെയും കണ്ടെത്തലുകളുടെ സഹായത്തോടെ ഈ മേഖലയിൽ പഠനം നടത്തിയ ഇറ്റാലിയൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഗുലിയൽമോ മാർക്കോണി. കമ്പികളുടെയോ വയറുകളുടെയോ സഹായമില്ലാതെ റേഡിയോ തരംഗങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു ഉപകരണം അദ്ദേഹം നിർമ്മിച്ചു. ഇതിൻ്റെ വാണിജ്യ സാധ്യതകൾ മനസ്സിലാക്കിയ മാർക്കോണി 1896 റേഡിയോയ്ക്കുള്ള ലോകത്തിലെ ആദ്യത്തെ പേറ്റന്റ് നേടി. തൊട്ടടുത്ത വർഷം ലണ്ടനിൽ അദ്ദേഹം മാർക്കോണി വയർലെസ് ടെലിഗ്രാഫ് എന്ന കമ്പനി സ്ഥാപിച്ചു. തുടർന്ന് കപ്പലുകളിൽ മാർക്കോണിയുടെ റേഡിയോ വിനിമയ സംവിധാനം ഏർപ്പെടുത്തി. ഈ സംവിധാനമാണ് ടൈറ്റാനിക്കിൽ അടക്കം ഉണ്ടായിരുന്നത്. 1901 ഡിസംബർ 12 തൻ്റെ റിസീവിംഗ് സ്റ്റേഷനിൽ ചരിത്രത്തിലെ ആദ്യത്തെ മോഴ്സ് കോഡ് സിംബൽ മാർക്കോണിക്ക് ലഭിച്ചു. എസ് എന്ന ഇംഗ്ലീഷ് അക്ഷരമായിരുന്നു ആ സന്ദേശം. ഇത് 3000 കിലോമീറ്റർ അകലെയുള്ള കോൺവാളിൽ നിന്നും പ്രക്ഷേപണം ചെയ്തതായിരുന്നു. അങ്ങനെ ലോകത്തിൽ ആദ്യമായി അറ്റ്ലാന്റിക്കിന് കുറുകെ കമ്പിയില്ലാ കമ്പി സന്ദേശം അയച്ചുകൊണ്ട് മാർക്കോണി ചരിത്രത്തിലിടം നേടി. തുടർന്നുള്ള വർഷങ്ങളിൽ റേഡിയോ സന്ദേശങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു. ആധുനിക വാർത്താവിനിമയ ഉപാധിയായും ജീവൻ രക്ഷാ ഉപാധിയായും മാർക്കോണിയുടെ വയർലെസ് ടെലിഗ്രഫി ആഗോള പ്രചാരം നേടി. കടലിൽ അത് ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചു. 1909 മാർക്കോണിക്ക് ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. റേഡിയോ തരംഗങ്ങൾക്ക് സകല തടസ്സങ്ങളെയും അതിജീവിച്ച് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാനാകും. 1 സെക്കൻഡ് കൊണ്ട് 7 തവണ ഭൂമിയെ വലം വയ്ക്കാനാവുന്നത്ര വേഗം. ശബ്ദതരംഗങ്ങളെ റേഡിയോ തരംഗങ്ങളാക്കി
അന്തരീക്ഷം എന്ന മാധ്യമത്തിലൂടെ അയച്ച് ഇവയെ ഒരു റിസീവർ വഴി സ്വീകരിച്ച് വീണ്ടും ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്നതാണ് റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ അടിസ്ഥാനം. റേഡിയോയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് 1906 ക്രിസ്മസ് രാവ്. ആദ്യമായി മനുഷ്യ ശബ്ദം പ്രക്ഷേപണം ചെയ്തത് അന്നാണ്. റെജിനാൾഡ് ഫെസൻഡൻ എന്ന അമേരിക്കക്കാരനാണ് തൻ്റെ ക്രിസ്മസ് സന്ദേശത്തോടൊപ്പം വയലിനിൽ വായിച്ച ക്രിസ്മസ് ഗാനവും മാസച്യൂസെറ്റ്സിലെ റേഡിയോ നിലയത്തിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കപ്പലുകളിലേക്ക് പ്രക്ഷേപണം ചെയ്തത്. റേഡിയോ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന പേരാണ് അമേരിക്കക്കാരനായ ലീ ഡി ഫോറസ്റ്റിൻ്റേത്. മനുഷ്യ ശബ്ദം പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള ഓഡിഷൻ ട്യൂബ് കണ്ടെത്തിയത് അദ്ദേഹമാണ്. തൻ്റെ കണ്ടുപിടുത്തം ഉപയോഗിച്ച് 1910 ശബ്ദവും സംഗീതവും അദ്ദേഹം പ്രക്ഷേപണം ചെയ്തു. റേഡിയോയെ ജനപ്രിയമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഇലക്ട്രോണിക് യുഗത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയാം. 1912 ടൈറ്റാനിക് ദുരന്തത്തോടെ കപ്പലുകളുടെ ആശയവിനിമയത്തിൽ റേഡിയോ ഒഴിച്ചുകൂടാനാവാത്തതായി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് റേഡിയോ രംഗത്ത് നിരവധി പരീക്ഷണങ്ങൾ നടന്നു. വിവിധ രാജ്യങ്ങളുടെ സേനകൾ റേഡിയോ വഴി സന്ദേശങ്ങൾ കൈമാറി. 1917 അമേരിക്ക യുദ്ധരംഗത്തെത്തിയതോടെ ജനറൽ ഇലക്ട്രിക് അടക്കമുള്ള 3 കമ്പനികൾ ചേർന്ന് മാർക്കോണിയുടെ റേഡിയോ സാങ്കേതിക വിദ്യയും പേറ്റന്റും വിലയ്ക്ക് വാങ്ങി. 1920 അമേരിക്കയിലെ പിറ്റ്സ്ബർഗിൽ ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷന് ലൈസൻസ് ലഭിച്ചു. 1922 ലോകത്തിലെ ആദ്യ പൊതുമേഖലാ റേഡിയോ പ്രക്ഷേപണ നിലയമായ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC ആരംഭിച്ചു. ലോകത്തിലെ സുപ്രധാന റേഡിയോ നെറ്റ്വർക്കായ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 1926 സ്ഥാപിതമായി. റേഡിയോ ചരിത്രത്തിൽ വഴിത്തിരിവായ സംഭവമാണ് 1947 ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തം. അതോടെ വാൽവ് റേഡിയോകൾക്ക് പകരം ട്രാൻസിസ്റ്റർ റേഡിയോകൾ പുറത്തിറങ്ങി. വയറുകളിൽ നിന്ന് മോചിതമായ റേഡിയോ അക്ഷരാർത്ഥത്തിൽ വയർലെസ് ആയി. ട്രാൻസിസ്റ്റർ എന്നത് റേഡിയോയുടെ മറുപേരുമായി. റേഡിയോ കണ്ടുപിടിച്ചത് ഗുലിയൽമോ മാർക്കോണിയാണെന്നാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ സ്കോട്ടിഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഉൾപ്പെടെ നിരവധി ശാസ്ത്ര പ്രതിഭകളുടെ നേട്ടങ്ങളാണ് റേഡിയോയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. നിക്കോള ടെസ്ല, അമേരിക്കൻ ഗവേഷകനായ മഹ്ലോൻ ലൂമിസ്, ബ്രിട്ടീഷ് അമേരിക്കൻ ഗവേഷകൻ ഡേവിഡ് എഡ്വേർഡ് ഹ്യൂഗ്സ് തുടങ്ങിയവർ അവരിൽ ചിലരാണ്. റേഡിയോയ്ക്ക് ആദ്യമായി പേറ്റന്റ് സ്വന്തമാക്കിയത് മാർക്കോണിയാണ്. മാത്രമല്ല, റേഡിയോ സാങ്കേതികവിദ്യ ജനപ്രിയമാക്കിയതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് മാർക്കോണിയെ റേഡിയോയുടെ പിതാവായി വിശേഷിപ്പിച്ചു തുടങ്ങിയത്. റേഡിയോ തരംഗങ്ങൾ അയക്കുന്നതിൽ മാർക്കോണിക്കും മുൻപ് വിജയിച്ചയാളാണ് നിക്കോള ടെസ്ല. പക്ഷേ അത് വ്യാവസായികമായി വിജയിപ്പിക്കാൻ അദ്ദേഹത്തിനായില്ല. റേഡിയോയുടെ പേറ്റന്റിനായി ടെസ്ല നിയമ പോരാട്ടം നടത്തി. 1943 അമേരിക്കൻ സുപ്രീം കോടതി ടെസ്ലയ്ക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. പക്ഷേ അതിനു മുൻപ് ടെസ്ല അന്തരിച്ചിരുന്നു. മാർക്കോണിയുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് കേൾക്കുന്നതിനു മുൻപേ കമ്പിയില്ലാ കമ്പി വഴി വിജയകരമായി സിഗ്നലുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. 1895 കൊൽക്കത്തയിൽ അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ പ്രദർശിപ്പിച്ചിരുന്നു. ഇനി ലോക റേഡിയോ ദിനത്തെക്കുറിച്ച് പറയാം. ഐക്യരാഷ്ട്രസഭ സ്വന്തം റേഡിയോ നിലയം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും ഒപ്പം റേഡിയോ എന്ന വാർത്താവിനിമയ ഉപാധിയെ ലോകമെങ്ങും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നു. യുനെസ്കോയുടെ 2011 നവംബർ 3 സമ്മേളനത്തിലെ ആഹ്വാനപ്രകാരമാണ് ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങൾ ഈ ദിനം ആഘോഷിക്കുന്നത്. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭയുടെ റേഡിയോ ആരംഭിച്ചത്.